അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ നേരത്തെ കഴിഞ്ഞ ബാബ് എന്നുള്ള പാഠത്തിൽ ബായിനക്ക് അലിഫിനെ ചേർത്തി എങ്ങനെയാണ് ഓതേണ്ടത്, ബായിനക്ക് വാവിനെ ചേർത്തി എങ്ങനെയാണ് നീട്ടി ഓതേണ്ടത്, ബായിനക്ക് യാ ചേർത്തിയാൽ എങ്ങനെയാണ് ഓതേണ്ടത് എന്ന വ്യത്യാസം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ പാഠത്തിൽ നമ്മൾക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ബായിനക്ക് പുതിയതായി വരുന്ന ഇവിടെ കാണുന്ന ഒരടയാളം കണ്ടല്ലോ നിങ്ങൾ, ഇതിൻ്റെ ശരിയായ പേരാണ് ഷദ് എന്നുള്ളത്. ഈ ഷദ് വന്നപ്പോൾ എന്താണ് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടാവുക? ഈ കാണുന്ന ചിത്രം കണ്ടില്ലേ നിങ്ങൾ, പെരുന്നാൾ ദിവസത്തിൽ ധരിക്കുന്നതായ നല്ല കോട്ട്, കമീസും എന്നും പറയാം, അതേപോലെ തന്നെ ജുബ്ബ എന്നാണ് ഇതിൻ്റെ ശരിയായ പേര്. നമ്മളുടെ ജുമാസ്കാരങ്ങളിൽ ഖതീബ് ഉസ്താദുമാർ ഖുതുബ ഓതുന്ന സമയത്തും ധരിക്കാറുണ്ട് അല്ലേ? നിങ്ങളുടെ കൈകളിലെല്ലാം ചിലപ്പോൾ ഇതുപോലത്തെ വസ്ത്രങ്ങൾ ഉണ്ടായേക്കാം. ഏതായാലും ഈ ചിത്രത്തിൽ കാണുന്ന വസ്ത്രത്തിൻ്റെ പേരാണ് ജുബ്ബ എന്നുള്ളത്. പാഠങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ജുബ്ബ, ജുബ്ബ. ഇവിടെ ആദ്യത്തെ അക്ഷരം ജീമാണ്, രണ്ടാമത്തെ അക്ഷരമാണ് ബാ. ഈ ബാ എന്നുള്ള അക്ഷരം നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഈ ബായിൻ്റെ മുകളിൽ കൊടുത്തതാണ് ഷദ്, അതിൻ്റെ മുകളിൽ ഫതഹ ബ. ഇവിടെയുള്ള താഴ് ഹാത്തയാണ്. ഇതിന് നമ്മൾ എന്താക്കാനില്ല, ഒരു പദത്തിൻ്റെ അവസാനത്തിൽ വന്നാൽ ഉച്ചരിക്കാറില്ല. ജുബ്ബത്ത് എന്ന് പറയലില്ല. പിന്നെ എങ്ങനെയാണ് പറയണ്ടേ? ജുബ്ബ. അവസാനമായിട്ട് ചെറിയൊരു കാറ്റ് വായിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് ഉച്ചരിക്കേണ്ടത്. ജുബ്ബ. ഓക്കെ. അതിന് റബ്ബൻ, റബ്ബൻ, റബ്ബുൻ, റബ്ബുൻ, റബ്ബിൻ, റബ്ബിൻ, ലുബൻ, ലുബൻ, ലുബുൻ, ലുബുൻ, ലുബിൻ, ലുബിൻ. ഒന്നുകൂടി. റബ്ബൻ, റബ്ബുൻ, റബ്ബിൻ, ലുബൻ, ലുബുൻ, ലുബിൻ. അബൻ, 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 അബൻ. എന്താണ് തമ്മിൽ രണ്ട് വ്യത്യാസമുള്ളത്? മുകളിൽ എന്തില്ല? ഷദ് ഇല്ല, താഴെ ഷദ് ഉണ്ട്. അബൻ, അബൻ. ഇത് ഷദ്, ഇതിനൊക്കെയുള്ള പേരാണ് ഷദ്. ഇതിനൊക്കെ വേണമെങ്കിൽ നമ്മൾക്ക് പെൻസിൽ കൊണ്ട് ഇങ്ങനെ ആവർത്തിച്ച് ഇതിൻ്റെ മുകളിൽ എഴുതണം. ഇവിടെ ഉണ്ട് എങ്ങനെയാണ് എഴുതേണ്ടതായ രൂപം. ഇവിടെ മുതൽ തുടങ്ങിയിട്ട് ഇവിടെ അവസാനിക്കുക. ആ രീതിയിൽ നമ്മൾ എന്താക്കണം? എഴുതി ശീലിക്കുക. നെക്സ്റ്റ് പേജ് നോക്കൂ. നക്കർ, വായിക്കുക. ഇതെല്ലാം നമ്മൾ പഠിച്ച അക്ഷരമാണ്. ആ, ബ, അബ്ബ, ആ, ബൻ, അബ്ബൻ, ബാ, ബിൻ, ബാബിൻ, ബി, ആ, ബിൻ, ബി, അബിൻ. ഓക്കെ അല്ലേ? ഇത് നമ്മൾ ആവർത്തിച്ച് വായിക്കണം. നളവ് മുറബൻ അല ബാ. ബായിൻ്റെ മുകളിൽ എന്താക്കണം? ഒരു ചൗക്കാകൃതിയിൽ പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തണം. ബലദുൻ, ബലദുൻ. ഇവിടെ ബായിനക്ക് എന്ത് ചെയ്യണം? ചൗക്കാകൃതിയിൽ അടയാളപ്പെടുത്തണം. മനസ്സിലായ? നബ്തൻ, നബ്തൻ, നബ്തൻ. ഇവിടെ ബായിനക്ക് നമ്മൾ അടയാളപ്പെടുത്തണം. ഹബ്ബബ, ഹബ്ബബ. ഇവിടെ എത്ര ഭാഗങ്ങളുണ്ട്? രണ്ട് ഭാഗങ്ങളുണ്ട്. ഈ രണ്ട് ഭാഗിനേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അടയാളപ്പെടുത്തണം. നദ്ബുൻ,
നദ്ബുൻ. ഇവിടെ അവസാനത്തേതാണ് ബാ. ഇങ്ങനെ ഓരോ ബാഗുകൾക്ക് നമ്മൾ അടയാളപ്പെടുത്തണം. മൊത്തമായിട്ട് 5 ബാഗുകളാണ് അതിലുള്ളത്. നക്തുബ് എഴുതുക. ആ ബ അബ്ബ, ബാബുൻ ബാബുൻ, ബി അ ബി ബി അബി. ഇവിടെ 1 2 3 വാഹിദ് ഇസ്നൈൻ സലാസ. താഴെയിൽ നിന്ന് മുകളിലേക്കാണ് നമ്മൾ ഇങ്ങനെ എഴുതിക്കൊണ്ട് പോകുന്നത്. അബ്ബ എന്നുള്ളത് ഇവിടെ നമ്പർ 1 ഇവിടെ എഴുതണം അബ്ബ. അത് കഴിഞ്ഞ് ബാബുൻ ഇവിടെ എഴുതണം. അത് കഴിഞ്ഞ് ബി അബി ഇവിടെ എഴുതണം. ഒരു ലൈന് പൂർത്തിയായതിന് ശേഷം വീണ്ടും രണ്ടാമത്തെ ലൈന് എഴുതണം. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ലൈന് എഴുതണം. അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. നക്തഷിഫുൽ ബ അൽ മുഷദ്ദത മിനൽ ഖുർആൻ. ഖുർആനിൽ നിന്ന് ഷദ്ദാക്കപ്പെട്ട ബായിനെ വെളിവാക്കുക. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്ന് പറയുമ്പോൾ ഷദ്ദാക്കപ്പെട്ടതായ ബാ 1 ഇവിടെയുണ്ട്. പിന്നെ ഇവിടെയുണ്ട്, ഇവിടെ ബാ ഉണ്ട്, ഷദ്ദുണ്ടോ? ഇല്ല. ഇവിടെ ബാ ഉണ്ട്, ഷദ്ദുണ്ടോ? ഇല്ല. ഇവിടെ ഷദ്ദാക്കപ്പെട്ടതായ ബാ ആണ്. ഇങ്ങനെ 2 സ്ഥലത്തിലാണ് ഷദ്ദാക്കപ്പെട്ട ബാകൾ ഉള്ളത്. ഓക്കെ. അപ്പോൾ നല്ല രീതിയിൽ വൃത്തിയായി നമ്മൾക്കുള്ള ജുബ്ബ പാഠം ആവർത്തിച്ച് വായിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.